നാത്തോൺസ് സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് വെച്ചിട്ടുള്ളൊരു ഡിഷാണ്, പ്രോൺ മജ്ബൂസ്. ഇതൊരു അറേബ്യൻ ഡിഷാണ്. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ബിരിയാണി പോലെ ബുദ്ധിമുട്ടൊന്നും ഉള്ള ഒരു ഡിഷല്ല ഇത്. വളരെ എളുപ്പം, ഒരു 1 പോട്ട് മീൽ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ ഉഗ്രനാണ് താനും. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 300 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 5-6 പ്രോൺസ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി പ്രോൺസ് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിതിവിടെ അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനൊരു 15 മിനിറ്റാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. 300 ഗ്രാം പ്രോൺസിലേക്ക് ഞാൻ എടുക്കുന്നത് 2 കപ്പ് ബസ്മതി അരിയാണ്. 240 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് ബസ്മതി അരി ഞാനിവിടെ കഴുകി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി പ്രോൺസ് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ മജ്ബൂസ് ഉണ്ടാക്കുന്നതും. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോൺസ് എല്ലാം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കാം. പ്രോൺസിന് ഒരുപാട് വേവൊന്നുമില്ല. ഒരുപാട് വേവിച്ചാൽ അത് റബ്ബർ പോലെ ആയി പോവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് എല്ലാം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. സെയിം പാനിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വഴണയില, ഒരു നുള്ളു ജീരകം, 5 ഗ്രാമ്പു, 5 പച്ച ഏലക്കായ, കുറച്ച് പട്ട. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മണം വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും 3 പച്ചമുളകും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. സവാളയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പച്ചമണം മാറിക്കഴിയുമ്പോൾ ഞാനിവിടെ ക്യൂബായിട്ട് അരിഞ്ഞ ക്യാരറ്റും സ്ക്വയർ പോലെ അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇത് ചേർക്കണം എന്നില്ല. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, അത്രയാണ് ഞാനിവിടെ ഇടുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന പൊടികളുടെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിവിടെ ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ സ്പൈസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. പൊടികളിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കതിനെ മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ടി കിട്ടും. തക്കാളി കൂടെ വഴണ്ടി കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ കഴുകി വെള്ളം പോകാൻ വെച്ച അരി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം, അതായത് ഇരട്ടീനേക്കാൾ 1 കപ്പ് കുറവ്, ആ രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മളിത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ച് മല്ലിയില. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിം ആക്കിയിട്ട് മൂടി വെച്ച് വെള്ളമെല്ലാം വറ്റി അരിയെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നിങ്ങളിത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ ബർണറിൽ വെക്കേണ്ട. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വേഗം വറ്റിയിട്ട് അരി നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഉള്ള ബർണറിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ വറ്റുന്നവരെ നമുക്ക് ഒന്നോടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. പ്രോൺസ് ഇട്ടിട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, അരിയൊന്നും ഉടഞ്ഞു പോകാതെ പതുക്കെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രോൺ മജ്ബൂസ് റെഡിയായി. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? ഒരു വെജിറ്റബിൾ സലാഡിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് സൂപ്പറാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ലഞ്ചിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി നമുക്ക് പിന്നീട് കാണാം. ബൈ.